ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ പാഠഭാഗമായ അരിഥമാറ്റിക് ഓഫ് പാർട്സ് ആണ്. അതിൽ ആദ്യത്തെ പേജ് നമ്മൾ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം പേജ് നമ്പർ 50-ലെ പ്രോബ്ലംസ് നോക്കാം. In each of the pictures below, write the parts of each color and the total colored parts as fractions. Write the sum of fractions got from each picture in lowest terms. അപ്പം നമ്മൾ ഈ ചിത്രം കണ്ടല്ലോ, ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണെന്ന് എഴുതാനാണ്. പിന്നെ അത് തമ്മിൽ കൂട്ടിയിട്ട് പ്ലസ് ചെയ്തിട്ട് എഴുതാനും, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനും. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് എത്ര പാർട്സ് ഉണ്ടെന്ന് നോക്കാം. ഈ കളർ എത്ര പാർട്സ് ഉണ്ട് നോക്കാം. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ എത്ര ഭാഗം ഉണ്ടെന്ന് നമ്മൾ എണ്ണണം. 1 2 3 4 5 6 7 8 ഓക്കെ, 8 ഭാഗങ്ങളാണുള്ളത്. മൊത്തത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? മൊത്തത്തിൽ 8 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഈ കളറുള്ളത് എത്രയാണ്? 1 2 3. അപ്പോൾ 8-ൽ 3/8 അല്ലേ? അപ്പോൾ 3/8 ആണ് ദിസ് കളർ ഉള്ളത്. ഇനി നമുക്ക് ഈ കളർ നോക്കാം. ഇത് എത്രയാണ്? 8-ൽ 1 ഭാഗമേ ഉള്ളൂ. അപ്പം നമുക്ക് 1/8 എന്ന് എഴുതാം. 3/8ഉം 1/8ഉം. ഇനി ഇത് ടോട്ടൽ പാർട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ടോട്ടൽ പാർട്ട് എത്രയാണ്? നമുക്ക് ഇവിടെ എന്തെഴുതാം? 3/8 പ്ലസ്, ഇവിടെ നമ്മൾ എഴുതേണ്ടതാണ് 3/8 പ്ലസ് 1/8. അപ്പോൾ 3ഉം 1ഉം എത്രയാണ്? 4 ആണ്. 4/8 ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4/8 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? ആദ്യത്തെ ആൻസർ 4/8 പാർട്ടാണ്. പക്ഷേ ഇതിനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ലോവസ്റ്റ് ടേമിലാണ് എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4/8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 4-ലും 8-ലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 4 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് 4 എന്ന് എഴുതാം. 4/4 ഓക്കെ. ഇനി 4നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 4 കിട്ടുക? 1 ആണ്. 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക? 2 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 1/2. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ 4/8ൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 1/2 ഓക്കെ. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. രണ്ടാമത്തേത് ഇതാണ്. അപ്പോൾ ആകെ എത്ര ഭാഗമാണെന്ന് നമ്മൾ ആദ്യം എണ്ണണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ആകെ എത്ര പാർട്ടാണുള്ളത്? 10 പാർട്ടാണുള്ളത്. അതിൽ കളർ ചെയ്തിരിക്കുന്നത് എന്താണ്? യെല്ലോ കളർ എത്രയാണ്? അപ്പോൾ 1/10 ആണ് നമുക്ക് ദിസ് കളർ ഉള്ളത്. ഇനി റെഡ് കളർ എത്ര നോക്കാം. ഇവിടെ 10 ആണ് മൊത്തത്തിലുള്ളത്. റെഡ് കളർ 1 2 3. അപ്പം 3. അപ്പോൾ 3/10 നമുക്ക് എഴുതാം. ഇനി നമ്മൾ ഇത് രണ്ട് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1/10 പ്ലസ് 3/10 എത്രയാണ്? 1/10 പ്ലസ് 3/10 എത്രയാണ്? 4/10 ആണ്. അപ്പോൾ 4/10 പാർട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മളിതിനെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 4-ലും 10-ലും കോമൺ ആയിട്ട് പോകുന്നത് എന്താണ്? 2 ആണല്ലേ? അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. ഓക്കെ. 4-ൽ 2 എത്ര ടൈംസ് പോകും? 2 ടൈംസ്. 10-ൽ 2 എത്ര ടൈംസ് പോകും? 5 ടൈംസ്. അപ്പോൾ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 2/5 ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താണ്? 2/5. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എത്രയാണ്? 2/5 ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഇതേപോലെ തന്നെ കളർ തന്നു. അപ്പോൾ മൊത്തത്തിൽ എത്ര കളറാണെന്ന് നമ്മൾ എണ്ണണം. എത്ര പാർട്ട് ഉണ്ടെന്ന് ആദ്യം എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 8 പാർട്ടാണ് ഉള്ളത്. ഓക്കെ, 8 ആണുള്ളത്. ഇതിൽ 2 കളറാണ് നമുക്ക് എഴുതേണ്ടത്. ദിസ് കളർ 1 2 3. അപ്പോൾ 3/8 എന്ന് എഴുതാം. ആദ്യത്തെ എത്രയാണ്? 3/8. ഇനി രണ്ടാമത്തേത് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഇതും അതേപോലെ തന്നെ 3/8 ആണ്. ഓക്കെ, 3/8. ഇനി ഇത് ടോട്ടൽ എത്രയാണ്? 3 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 3 + 3 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6/8 ഓക്കെ.
6/8 ആണ്. ഇനി ഈ 6/8നെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. 6ലും 8ലും കോമൺ ആയിട്ട് പോകുന്നത് 2 ആണ്. അപ്പോൾ 6 എന്ന് പറയുമ്പം 2 കൊണ്ട് 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 6 കിട്ടുക. അതേപോലെ തന്നെ 8 കിട്ടണമെങ്കിൽ നമ്മൾ 2നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 3/4 ആണ്. അപ്പോൾ 3/4 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. 3/4 പാർട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മൊത്തത്തിൽ എത്ര പാർട്ട് ഉണ്ടെന്ന് നമ്മൾ എണ്ണണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ 16 പാർട്ടാണ്. അതിൽ ദിസ് കളർ എത്ര നോക്കും? 1 2 3 4 5. അപ്പോൾ നമുക്ക് 5/16 എഴുതാം. ദിസ് കളർ എത്ര നോക്കാം? 1 2 3 4 5 6 7. അപ്പം 7/16 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5/16 7/16 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 + 7 അറിയാമല്ലോ എത്രയാണ്? 12 ആണ്. 12/16 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12ഉം 16ഉം എടുക്കുകയെന്ന് വെച്ചാൽ 12ലും 16ലും കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ് നമ്പർ എന്നറിയോ? അപ്പോൾ ഏതാണ്? 12ലും 16ലും പോകുന്ന 4 ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് 4 ഇവിടെ 4/4 എന്ന് എഴുതി. ഇനി നമ്മൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അതേപോലെ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 16 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 16 കിട്ടുക. അപ്പോൾ നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 3/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/4 എന്ന് ഇവിടെ എഴുതാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് പേജ് നമ്പർ 50ലെ 4 പ്രോബ്ലംസ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 56ലെ പ്രോബ്ലംസ് ആണ്. 56ഉം 57ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പേജ് 56ലെ പ്രോബ്ലം നോക്കാം.